എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 39 ശ്ലോകം 15, 16, 17, 18, 19 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അക്രൂരൻ വന്നത് രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാനാണ് എന്നറിഞ്ഞ നിമിഷം മുതല് ആ ഗോപസ്ത്രീകള് അവർക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിഞ്ഞൂടാതെ അവര് ഓരോരുത്തരും എങ്ങനെയാണ് അവരുടെ അവസ്ഥ, ഓരോരുത്തരുടെ അവസ്ഥ എന്താന്ന് ശ്ലോകങ്ങളിൽ വർണ്ണിക്കണം. ശരിക്കും ഒരു ജീവച്ഛവം പോലെയായി അവർക്ക് ഒന്നും സംസാരിക്കാനോ ഒന്നും ചിന്തിക്കാനോ പറ്റാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആയിപ്പോയി. അവരുടെ ശ്വാസം പോലും ഭഗവാനാണ്. അതാണ് ഓരോ ഗോപസ്ത്രീകളുടെയും കാര്യം വിസ്തരിച്ചു പറയുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 15. അന്യാശ്ച തദനുധ്യാന നിവൃത്താശേഷവൃത്തയ നാഭ്യജാനന്യമം ലോകം ആത്മലോകം ഗതായിവ. ചില ഗോപശ്രീകളുടെ കാര്യം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞുല്ലോ. മറ്റു ചിലരതാ തങ്ങള് കണ്ട് ആനന്ദിക്കുന്ന ആ ഭഗവാന്റെ രൂപം വേർപിരിഞ്ഞു പോകുമല്ലോ, ഇനി കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ആ ദുഃഖാധിക്യം കൊണ്ട് ആ രൂപത്തെ തന്നെ അങ്ങനെ നിരന്തരമായി ധ്യാനിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എന്താ, അവരുടെ കണ്ണുകള്, അവരുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ആ രൂപാദി വിഷയങ്ങളിൽ എങ്ങനെ മറ്റുള്ള രൂപങ്ങളൊന്നും അവർ കാണില്ല. വേറെ ഒന്നും അവരുടെ ചിന്തയിലോ ദൃഷ്ടിയിലോ ഇല്ല. അവര് ഭഗവാനെ തന്നെ അങ്ങനെ ധ്യാനിച്ച് അങ്ങനെ ആത്മസാക്ഷാത്കാരം ലഭിച്ച് സമാധിയില് ദൃഢമായി ഉറച്ചിരിക്കുന്ന യോഗീശ്വരന്മാരെന്ന പോലെ ആ ദേഹത്തെ കൂടി മറന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്നു ധ്യാനിച്ച് ഭഗവാന് തന്നെ ഇങ്ങനെ ധ്യാനിച്ച് ശരിക്കും യോഗികള് എങ്ങനെ അങ്ങനെ അർത്ഥനിപീലിത നേത്രങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കില്ലേ ധ്യാനിച്ച്, ഒന്നും അറിയാതെ സമാധിയിൽ ഇങ്ങനെ മുഴുകി അങ്ങനെ ഇരിക്കുകയാണ് ചില ഗോപസ്ത്രീകൾ. സ്മരന്ത്യശ്ചാപരാശൗരേ അനുരാഗസ്മിതേരിതാ ഹൃദി സ്പൃശശ്ചിത്രപദാ വിരഹ സമ്മുമുഹുസ്ത്രിയ. വേറെ ചില സ്ത്രീകള് ഭഗവാൻ അവരെ കുറിച്ച് ഇങ്ങനെ മധുരമന്ദാസത്തോടുകൂടി അനുരാഗം പ്രദർശിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോ അവരുടെ ഹൃദയം ഇങ്ങനെ ആനന്ദം കൊണ്ട് ഇങ്ങനെ തുടിക്കുകയാണ് അല്ലെ. അങ്ങനെ ഭഗവാൻ അവരെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് കൊണ്ടിരിക്കണത് അത് മാത്രം ഇങ്ങനെ ആലോചിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് അവരെ ആനന്ദിപ്പിച്ചിരിക്കണം, നർമ്മങ്ങളും അനുരാഗം വചനങ്ങളും ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് ഭഗവാന്റെ ആ വാക്കുകളെ ആലോചിച്ച് ഇനി ഇങ്ങനെയുള്ള മനോജ്ഞ വാക്കുകൾ കേൾക്കാൻ സാധിക്കില്ലല്ലോ എന്നുള്ള പരിതാപം കൊണ്ട് അവര് ബോധം കെട്ട് വീണു, മോഹാലസ്യ പ്രാപിച്ചു എന്നാ പറയണത്. ഞങ്ങൾക്ക് ഇനി ജീവിക്കണ്ട എന്നുള്ള മട്ടില്, ഇനി അത് കേൾക്കാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ എന്നുള്ള മട്ടില് അവര് ഇത്രയും ദുഃഖം വന്നിട്ട് അവര് മോഹാലസ്യപ്പെട്ടു വീണു. ഗതിം സുലളിതാം ചേഷ്ടാം സ്നിഗ്ധഹാസാവലോകനം ശോകാപഹാനി നർമാണി പ്രോദ്ദാമചരിതാനി ച ചിന്തയന്ത്യോ മുകുന്ദസ്യ ഭീതാ വിരഹകാതരാ സമേതാ സംഘശപ്രോജു അശ്രുമുഖ്യോച്യുതാശയാ. ഭഗവാന്റെ മനോജ്ഞമായ ആ സാവധാനത്തിലുള്ള മധുരമായ വാക്കുകള്, ഹൃദയത്തെ അപഹരിക്കുന്ന പുഞ്ചിരിയോടുകൂടിയ ആ കടാക്ഷം, സകല ദുഃഖങ്ങളെയും ദൂരെ നീക്കി ചിരിപ്പിക്കുന്ന വിനോദവചനങ്ങള്, ആ ഗോവർദ്ധനോദ്ധാരണം മുതലായിട്ടുള്ള മഹാകർമ്മങ്ങള്, ഇതൊക്കെ അങ്ങോട്ട് ആലോചിച്ച് ഇങ്ങനെ വിചിത്ര ചരിത്രനായ ഞങ്ങളുടെ പ്രിയനിൽ തന്നെ മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഗോപസ്ത്രീകള് ആ പ്രാണനാഥന്റെ വിരഹത്തെ ആലോചിച്ച് വളരെ ക്ലേശിച്ചു എന്ന് മാത്രല്ല, ആ ഭഗവാന്റെ ദർശനം കൂടാതെ ഒരു നാഴിക നേരം പോലും എങ്ങനെയാ കഴിച്ചു കൂട്ടുക എന്ന് ആലോചിച്ചപ്പോ ആ ഭീതിയോടുകൂടി അവർക്ക് ഇനി എങ്ങനെയാ ഞങ്ങൾ കഴിയുക എന്നങ്ങോട്ട് വിചാരിച്ചിട്ട് കണ്ണീരൊഴുകുന്ന മുഖത്തോടു കൂടിയവരായിട്ട് ഓരോരുത്തരും അവരുടെ സഖിയുടെ സമീപത്ത് ചേർന്ന് നിന്ന് സംഘമായിട്ട് എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് അങ്ങോട്ട് ഒത്തുകൂടി
പിന്നെ അങ്ങോട്ട് ഇതാ ഉച്ചത്തില് പറഞ്ഞ് അവര് കരയാണ്. അവർക്ക് പരസ്പരം പറഞ്ഞ് ദുഃഖിക്കാനല്ലാതെ വേറെ ആരോടും അവർക്കൊന്നും പറയാനില്ല. ഓരോരുത്തരുടെ മനസ്സിലും ഭഗവാൻ മാത്രം, അത് മാത്രമേ ഉള്ളൂ അവർക്ക്. അതാണ് അവരുടെ ജീവവായു ഭഗവാനാണ്. അതങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ എന്താണ് ഞങ്ങൾക്കുള്ളത് എന്ന് ആലോചിച്ചിട്ട് അവർക്ക് ഒന്നുമില്ല. പരസ്പരം അവര് പറഞ്ഞു ദുഃഖിക്കുന്നു. ഗോപ്യൗചു ഓ വിധാതസ്തവ നക്വചിത് ദയാ സംയോജ്യ മൈത്ര്യാ പ്രണയേന ദേഹിന താംശ്ചാകൃതാർത്ഥാൻ വിയുനങ്ക്ഷ്യ പാർത്ഥകം ക്രീഡിതം തേ അർപ്പകചേഷ്ടിതം യഥാ. എന്തുകൊണ്ടാണ് ഭഗവാൻ ഞങ്ങളെ വിട്ട് ഈ ഗോകുലം വിട്ടിട്ട് പോണത് എന്നുള്ളതൊന്നും അവർക്ക് മനസ്സിലാവണില്ല. അപ്പൊ അവര് ഈശ്വരനെ പഴി പറയാ. ബ്രഹ്മാവല്ലേ എല്ലാവരെയും സൃഷ്ടിച്ചത്, ബ്രഹ്മാവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. വേറെ ഒന്നും അവർക്ക് പറയാനില്ല. അത് പറയാ. അല്ലയോ വിധാതാവേ, എല്ലാം ഉണ്ടാക്കിയ അങ്ങ് എല്ലാവരിലും ദയ കാട്ടേണ്ടവനായിരിക്കെ ഭഗവാൻ ദൈവമേ, നിനക്ക് ആരെ കുറിച്ചും ഒരു ദയയില്ല അല്ലെ? മഹാ കഷ്ടം തന്നെയാണ് കേട്ടോ. ഓരോരുത്തരെ മറ്റോരോരുത്തരോട് കൂടി അങ്ങ് യോജിപ്പിക്കണു. അവർക്ക് തമ്മിൽ അത്യന്തം സ്നേഹം ജനിപ്പിക്കണു. പിന്നെ ആ സ്നേഹം നിമിത്തം അനുഭവിക്കേണ്ട ഫലം തികച്ച് അനുഭവിച്ച് കൃതാർത്ഥരാകുന്നതിന് മുൻപ് അവരെ വേർപിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വേർപെടുത്താൻ വിചാരിക്കുന്ന പക്ഷം എന്തിനാ ആദ്യം യോജിപ്പിച്ചത്? ഇപ്പൊ എന്തിനാ അങ്ങനെ പിരിക്കണത്? അപ്പൊ അങ്ങയുടെ ഉദ്ദേശാർത്ഥം എന്താ? നമുക്കത് മനസ്സിലാവണില്ല. എന്തിനാ അങ്ങ് ഇങ്ങനെ ചെയ്യണത്? ഇതൊന്നും ആലോചിക്കാതെ കളിക്കുന്ന ഈ കുട്ടികളെ പോലെ എന്താ അങ്ങ് പ്രവർത്തിക്കണേ? സർവജ്ഞനല്ലേ അവിടുന്ന്, പിന്നെ എന്താ അങ്ങനെ അനാഥകളെ കൊണ്ട് കളിക്കണത് അങ്ങ്? ഇത് കഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ പറയാ ഒരു പാവം. ഇത്രയും ഭഗവത് ഭക്തകളായിട്ടുള്ള ആ ഗോപസ്ത്രീകളെ പോലെ ആരാലേ ഭഗവാനെ സ്നേഹിക്കണം? യസ്ത്വം പ്രദർശ്യാസിത കുന്തളാവൃതം മുകുന്ദവക്ത്രം സുകപോലമുന്നസം ശോകാപനോദസ്മിതലേശ സുന്ദരം ഹരോഷി പാരോക്ഷ്യം സാധു തേ കൃതം. സാധാരണ ജനങ്ങളിലൊക്കെ ആ സ്നേഹം ഉണ്ടാക്കിയിട്ട് അങ്ങനെ പിരിക്കണത് തന്നെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. പിന്നെയാണോ ശ്രീകൃഷ്ണനോട് കൂടി യോജിപ്പിച്ച ശേഷം ഇങ്ങനെ പിരിക്കണത് ചെയ്യണത്? ഏറ്റവും നിന്ദ്യമാണ് കേട്ടോ വിധാതാവി പറയാണ്. അത് കാരണസഹിതം പറയാം. ഭഗവാനെ വർണ്ണിക്കണം. ആ മുകൾ ഭാഗത്ത് അധികം പ്രകാശിക്കുന്ന കറുത്ത തലമുടി കൊണ്ട് ചുറ്റപ്പെട്ടും കണ്ണാടി ചില്ലുകൾ പോലെ മിനുസവും നേർമയുമുള്ള കവിൾത്തടങ്ങളാൽ ഇരുഭാഗം പ്രകാശിച്ചും ഉന്നതമായ നാസികയാൽ മധ്യഭാഗം അതിമനോഹരമായും സർവസന്താപങ്ങളെയും നിശേഷം നശിപ്പിച്ച് പരമാനന്ദത്തെ ജനിപ്പിക്കുന്ന ആ മന്ദഹാസം കൊണ്ട് ആ മഞ്ജുളമായിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ മുഖത്തെ ഞങ്ങൾക്ക് ഇങ്ങനെ കാട്ടി തന്നിട്ട് അതിനെ പെട്ടെന്ന് കാണാൻ സാധിക്കാത്ത നിലയിലാക്കി തീർക്കുന്ന കർമ്മം. ഹേ ദൈവമേ, എന്തിനാണ് അങ്ങ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യണത്? ഇത് ചെയ്യണത് ശരിയല്ല. അത് ആക്ഷേപിക്കത്തക്കത് തന്നെയാണ് എന്ന് പറയാ. പ്രേമാസ്പദമായ ഭഗവത് സ്വരൂപത്തെ ഗോപികൾ എങ്ങനെയാണ് സ്മരിച്ചത് എന്നാണ് ഭക്തന്മാരെ ആലോചിക്കേണ്ടത് അല്ലെ? നമ്മൾ ഇത്രയും ഭക്തി പ്രേമ വേറെ ആർക്കുണ്ടാവും അല്ലെ? ഇത്രയും ഏകാഗ്രമാക്കണം മനസ്സ്. നമുക്കിതൊന്ന് ഈ വാക്കുകളിൽ നിന്ന് പഠിക്കേണ്ടത്. എന്താ അവരുടെ ഒരു ഭക്തി. പിന്നെ അതാ പറയണു, ക്രൂരസ്ത്വമക്രൂര സമാഖ്യയാസ്മന ചക്ഷുർഹിതത്വം ഹരസേവദാജ്ഞവത് യേനൈകദേശേഖില സർഗ സൗഷ്ഠവം ത്വദീയമദ്രാക്ഷ്മ വയം മധുദ്വിഷ. അത് മാത്രല്ല, അങ്ങാണ് ഈ അക്രൂരനായിട്ട് വന്നിരിക്കുന്നത്. ഹേ വിധേ, ഞങ്ങൾക്ക് കണ്ണ് നൽകിയ ഭഗവാൻ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ആ കണ്ണിനെ അപഹരിക്കണു. തന്നതിനെ മടക്കിയെടുക്കുക എന്ന ദുഷ്കർമ്മം അങ്ങ് ഇപ്പൊ ചെയ്യണത് കൊണ്ട് അങ്ങ് ക്രൂരനാണ്. അക്രൂരനല്ല, ക്രൂരൻ. അക്രൂരനല്ലേ കൊണ്ടുപോണത്, ഞാനല്ലല്ലോ എന്ന് അങ്ങ് പറയണ്ട. അങ്ങ് നൽകിയ കണ്ണിനെ അപഹരിക്കാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കും സാധിക്കാത്തതായതുകൊണ്ട് അങ്ങ് തന്നെയാണ് അക്രൂരൻ എന്ന നാമം വഹിച്ചുകൊണ്ട് ഞങ്ങളുടെ കണ്ണിനെ അപഹരിക്കുന്നത്. ഞങ്ങളുടെ കണ്ണിനെന്ന് അവര് പറയണ, കണ്ണനെ എന്നുള്ളത് ഞങ്ങളുടെ കണ്ണ്. അതാണ് ഞാൻ കണ്ണിനെ അല്ലല്ലോ അപഹരിക്കണത്, കൃഷ്ണനെ അല്ലേ എന്ന് അങ്ങനെ വിചാരിക്കണ്ട. കൃഷ്ണാപഹരണം ഞങ്ങളുടെ നേത്രാപഹരണത്തിന് തുല്യാണ്. എന്തുകൊണ്ടെന്നാൽ അങ്ങയാൽ നൽകപ്പെട്ട ഞങ്ങളുടെ കണ്ണുകൊണ്ട് അങ്ങ് ഈ ലോകത്തിൽ ഒട്ടാകെ കാണിച്ചിരിക്കുന്ന ആ സൃഷ്ടി സാമർഥ്യ വിശേഷത്തെ ശ്രീകൃഷ്ണന്റെ ഏകദേശ അവയവങ്ങളായ മുഖം, നേത്രം എന്നീ ഭാഗങ്ങളിൽ ഞങ്ങൾ കണ്ടിരിക്കുന്നു.
അങ്ങ് നടത്തിക്കുന്ന സൃഷ്ടി മുഴുവൻ ഞങ്ങളുടെ ഭഗവാന്റെ അവയവങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, പങ്കജം, ചന്ദ്രൻ എന്നീ വസ്തുക്കളെ കാണുന്നവർക്ക് അവ ആഹ്ലാദത്തെ ജനിപ്പിക്കണം. അതിനാൽ അവയെ സൃഷ്ടിച്ച ബ്രഹ്മാവായ അങ്ങയ്ക്ക് സൃഷ്ടി സാമർഥ്യമുണ്ടെന്ന് ലോകം വിശ്വസിച്ചു വരുന്നു. ലോകം വിചാരിച്ചിരിക്കുന്നത് അങ്ങാണ് പങ്കജം, ചന്ദ്രനൊക്കെ സൃഷ്ടിച്ചെന്ന്. എന്നാൽ ഞങ്ങൾക്ക് മനസ്സിലായി, അങ്ങ് ലോകത്തിൽ അവിടെ അവിടെയായിട്ട് കാട്ടിയിരിക്കുന്ന ഈ സൃഷ്ടി സാമർഥ്യം ഉണ്ടല്ലോ, അത് മുഴുവനും ശ്രീകൃഷ്ണന്റെ മുഖനേത്രാദികളിൽ നിന്നിരിക്കുന്ന അതൊന്ന് എടുത്തതാണ്. ആ ഭഗവാന്റെ സൗന്ദര്യ അമൃതാബ്ധിയിൽ നിന്ന് എടുത്ത ഓരോ കണികകൾ കൊണ്ടാണ് അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് മാത്രമാണ്, ഞങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് ഗോപശ്രീകൾ പറയാം. അപ്പൊ ശ്രീകൃഷ്ണന്റെ മുഖനേത്രാദികളിൽ പ്രകാശിക്കുന്ന ആ സൗന്ദര്യ അമൃത സിന്ധുവിന്റെ ഓരോ തുള്ളികൾ എടുത്തിട്ടാണ് പങ്കജാതി മനോഹര വസ്തുക്കളെ അവിടുന്ന് സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ സൃഷ്ടി സാമർഥ്യം അങ്ങയുടെ സ്വന്തമൊന്നുമല്ല. ആ രഹസ്യം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് അതുകൊണ്ടുള്ള ആ ഈർഷ്യ കൊണ്ടല്ലേ ഞങ്ങളുടെ അങ്ങ് ഇപ്പൊ ശ്രീകൃഷ്ണനെ ഞങ്ങളിൽ നിന്നും അപഹരിച്ചു കൊണ്ടുപോണത്. അതാണെന്നാ ഞങ്ങൾ സംശയിക്കുന്നത്. ശ്രീകൃഷ്ണ മുഖാരവിന്ദത്തെ കണ്ട് ആനന്ദിച്ചിരിക്കുന്ന ഞങ്ങളുടെ കണ്ണിന് ഇനിമേൽ ആ പങ്കജാതി പദാർത്ഥ ദർശനം ഒന്നും ആനന്ദകരമല്ല. ഞങ്ങൾക്ക് ഭഗവാന്റെ ദർശനം മാത്രമാണ് ആനന്ദം. അതുകൊണ്ട് ശ്രീകൃഷ്ണനെ കാണാഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണത്തക്ക പദാർത്ഥം ലോകത്തിൽ ഒന്നുമില്ല. അപ്പൊ എന്താ, കണ്ണുള്ളതും ഇല്ലാത്തതും ഒരുപോലെ തന്നെയല്ലേ? അതുകൊണ്ട് ഹേ വിധേ, അങ്ങയുടെ സൃഷ്ടി രഹസ്യത്തെ അറിഞ്ഞവരാണ് ഞങ്ങൾ എന്ന ഈർഷ്യ നിമിത്തം ശ്രീകൃഷ്ണനെ ഞങ്ങളിൽ നിന്ന് അപഹരിക്കുന്ന അങ്ങ് ഞങ്ങളുടെ കണ്ണിനെ അപഹരിക്കുന്നു. നിശ്ചയം ഇങ്ങനെ ചെയ്യണത് കഷ്ടാണ് കേട്ടോ എന്ന് പറയാ. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് നിലനിർത്തുന്ന സർവജ്ഞനായ അങ്ങ് ഇങ്ങനെ ചെയ്യണത് ഏറ്റവും കഷ്ടം തന്നെയാണ്. ഉള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.